ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ച് വിചാരിക്കുക. ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് നിങ്ങൾ അറിയേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ്സ് ഓഫ് സോർഡ്സ്, നയൻ ഓഫ് കപ്സ്, ടെമ്പറൻസ്, പേജ് ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് സ്വാർഡ്സ്, ദി എംപറർ, നയൻ ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം അറിവും അനുഭവവും ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കീഴിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ സന്തോഷവാനായ വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുന്നതായി കാണുന്നു. അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും ഈ ഒരു വ്യക്തിയുടെ മുഖം വളരെയധികം പ്രസന്നതയോട് കൂടി ഇരിക്കുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് വളരെയധികം ഒരു ആരാധന ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി എന്ത് കാര്യം ചെയ്താലും അത് വിജയിക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. അത്രയും ഒരു കഴിവ് ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഉയർന്ന അധികാര പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ അധികാരത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് ഈ ഒരു വ്യക്തിയെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് എല്ലാവർക്കും മനസ്സമാധാനമൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു വ്യക്തിയെ വളരെയധികം ഇഷ്ടമാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. പലർക്കും ഈ ഒരു വ്യക്തിയോട് അസൂയയുള്ളതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു നിലയിലെത്താൻ കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു നിമിഷം കൊണ്ടല്ല ഈ ഒരു വ്യക്തി ഈ ഒരു വളർച്ചയിലെത്തിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് ഈ ഒരു നിലയിൽ ഈ ഒരു വ്യക്തി ഇന്ന് എത്തിച്ചേർന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വ്യക്തികൾക്കും ഈ ഒരു വ്യക്തിയോട് വളരെയധികം അസൂയയുണ്ട്. പല വ്യക്തികൾക്കും ഈ ഒരു വ്യക്തിയോട് ആരാധനയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഈ ഒരു വ്യക്തിയെ അനുകരിക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്